സംഘടനാ തലത്തിൽ കൂടുതൽ വേദികൾ ഒരുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് മുസ്ലിം ലീഗ്. അതിനുവേണ്ട എല്ലാ നടപടികളും വേഗത്തിലാക്കുകയാണ് സംഘടന നിലവിൽ. കുറച്ച് ദിവസങ്ങൾ മുൻപ് ചേർന്ന സംസ്ഥാന കൗൺസിലിൽ സംഘടനാ ഭാരവാഹിത്വത്തിൽ 20% സ്ത്രീ സംവരണം ഏർപ്പെടുത്താൻ തീരുമാനിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി വേഗത്തിലാക്കുന്നത്. സംഘടനയിൽ പേരിനെങ്കിലും കുറച്ച് വനിതാ പ്രാതിനിധ്യമുണ്ടെന്ന് പറയാനുള്ളത് സംസ്ഥാന ദേശീയ തലങ്ങളിൽ മാത്രമാണ്. 5 ഘടകങ്ങളായ യൂണിറ്റ്, പഞ്ചായത്ത്, നിയോജക മണ്ഡലം, ജില്ലാ, സംസ്ഥാനം എന്നിവ അടിസ്ഥാനമാക്കിയാണ് യൂത്ത് ലീഗിന്റെ സംഘടനാ പ്രവർത്തനം തുടർന്നു പോകുന്നത്. സ്ത്രീകൾ സംഘടനയിൽ അംഗങ്ങളായിരുന്നു. പക്ഷേ അവർക്ക് ചുമതലയോ ഭാരവാഹിത്വമോ സംഘടന നൽകിയിരുന്നില്ല. സ്കൂൾ, കോളേജ് പഠനകാലത്ത് MSFൽ പ്രവർത്തിച്ചിരുന്നവർക്കായിരുന്നു പിന്നീട് വർഷങ്ങൾക്കു ശേഷം വനിതാ ലീഗിൽ മാത്രമായി ഭാരവാഹിത്വം ലഭിച്ചിരുന്നത്. പലപ്പോഴായി ചർച്ചകൾ നിറഞ്ഞ ഒരു വിഷയമായിരുന്നു യുവതികൾക്ക് രാഷ്ട്രീയ പ്രവർത്തനത്തിന് അവസരമുണ്ടാകുന്നില്ല എന്നത്. പല വേദികളിലും ഈ വിഷയം ഒരു ചർച്ച മാത്രമായി ഒതുങ്ങിപ്പോകുകയാണ് ചെയ്യാറുള്ളത്. അതേസമയം വിദ്യാഭ്യാസ, സാമൂഹിക പ്രവർത്തകരായ യുവതികളിൽ പലരും ഇതുമൂലം മറ്റു സംഘടനകളിൽ ചേർന്ന് പ്രവർത്തിക്കുന്ന സാഹചര്യവുമുണ്ടായി. എന്നാൽ സംവരണം ഉറപ്പാക്കുന്നതോടെ കൂടുതൽ യുവതികൾക്ക് സംഘടനയുടെ താഴെത്തട്ട് മുതലുള്ള പ്രവർത്തനത്തിന് വേദിയൊരുങ്ങുകയും ചെയ്യുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെയും തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ മത്സരരംഗത്തേക്കും സ്ത്രീകളുടെ സാന്നിധ്യം ഉറപ്പിക്കാൻ കഴിയുമെന്നത് യൂത്ത് ലീഗ് സംസ്ഥാന നേതൃത്വത്തിന്റെ ഇപ്പോഴത്തെ കണക്കുകൂട്ടലാണ്. മെയ് 1 സംഘടനയുടെ അംഗത്വ വിതരണ പ്രചരണ പരിപാടികൾ തുടങ്ങാൻ തീരുമാനിച്ചിരിക്കുന്നത്. തുടർന്ന് വിവിധ തലങ്ങളിൽ നടക്കുന്ന യോഗങ്ങളിൽ വനിതാ പ്രാതിനിധ്യം ഉറപ്പുവരുത്താൻ നേതൃത്വത്തിന്റെ ശക്തമായ ഇടപെടലുണ്ടാകുമെന്നാണ് സംഘടന അറിയിച്ചിരിക്കുന്നത്. 2021 മുസ്ലിം ലീഗിന്റെ മഞ്ചേരിയിൽ നടന്ന യോഗത്തിന്റെ നയരേഖയിൽ വനിതാ സംവരണം സംബന്ധിച്ച് നിർദ്ദേശങ്ങളുണ്ടായിരുന്നു. നയരേഖ യൂത്ത് ലീഗിന്റെ സംസ്ഥാന വർക്കിംഗ് കമ്മിറ്റിയും സംസ്ഥാന കൗൺസിലും മറ്റ് ഘടകങ്ങളും വിശദമായി ചർച്ച ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് വനിതാ സംവരണം മറ്റ് സംഘടനകൾക്ക് കൂടി മാതൃകയാക്കാവുന്ന രീതിയിൽ കൊണ്ടുവരാൻ തീരുമാനിച്ചിരുന്നത്. മുസ്ലിം ലീഗിന്റെ പോഷക സംഘടനകളിൽ വനിതകൾക്ക് 20% പ്രാതിനിധ്യം നൽകുമെന്നായിരുന്നു അന്ന് പറഞ്ഞിരുന്നത്. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗ് പരാജയപ്പെട്ട 12 മണ്ഡലങ്ങളിലും പ്രത്യേക സമിതികൾ കാരണം വിലയിരുത്തി. മുസ്ലിം ലീഗിൽ പ്രതിസന്ധിയില്ലെന്നും ഒരു അപശബ്ദം പോലും യോഗത്തിലുണ്ടായില്ലെന്നും സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം പരാമർശം അന്ന് ഉന്നയിച്ചിരുന്നു.